KPCC പ്രസിഡന്റാകാനുള്ള മിനിമം യോഗ്യത വിടുവായുത്തം പറയലാണെന്ന് കഴിഞ്ഞ 3-4 വർഷമായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാഖയ്ക്ക് കാവൽ നിന്ന വീരസാഹസിക കഥകൾ തൊട്ട് പിണറായി വിജയനെ താഴെ ഇറക്കിയെ വിശ്രമിക്കൂ തുടങ്ങി എന്തെല്ലാം കേട്ടു. ഒടുവിൽ ആ വിദ്വാന് സ്വന്തം പാട്ട് തന്നെ വിശ്രമ ജീവിതം അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. പകരക്കാരനായി വന്ന വിദ്വാൻ ആദ്യം പ്രഖ്യാപിച്ചത് മുൻ പ്രസിഡന്റാണ് തന്റെ ഏക ലീഡർ എന്നാണ്. ആ ലീഡറുടെ നോമിനിയാണ് പുതിയ വിദ്വാൻ എന്നും. പുള്ളിക്കാരൻ പട്ടക്കാരുടെ നോമിനിയാണെന്നത് ഇടതുപക്ഷ ആരോപണമാണെന്ന് കണ്ടെത്തൽ കടലാസിലെ ഒരു നായർ റിപ്പോർട്ടർ സാക്ഷ്യപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇനി അപ്പീലുമില്ല. ശിഷ്യൻ ഗുരുവിനെ പറയിപ്പിക്കരുതല്ലോ. അങ്ങനെ ഇന്നിംഗ്സ് തുടക്കം തന്നെ ബഹുക്കേമമാക്കി. ഗുരുവിന്റെ പാത പിന്തുടർന്നുള്ള വങ്കത്തം തന്നെ വങ്കത്തം. അതേ കണ്ടെത്തൽ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ടിയാൻ പറഞ്ഞു, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പും LDF ജയിച്ചില്ലെന്ന്. നേതാവ് വിഡ്ഢിത്തം പറഞ്ഞാൽ റിപ്പോർട്ടർക്ക് അത് തിരുത്താം, അല്ലെങ്കിൽ ഒഴിവാക്കാം. രണ്ടും ചെയ്തില്ല. കാരണം വായനക്കാരെ പറ്റിക്കാലോ. അങ്ങനെ ശിഷ്യന്റെ തുടക്കം ഗംഭീരമായി. പേരാവൂർ അസംബ്ലി മണ്ഡലത്തിലെയും കണ്ണൂരിലെ മലയോര കുടിയേറ്റ മേഖലയിലെയും രാഷ്ട്രീയം മാത്രമേ ടിയാൻ അറിയാവൂ. അസംബ്ലിയിൽ പോലും മറിച്ചൊരു വിഷയത്തിൽ വാ തുറന്നതായി അറിവില്ല. അതുകൊണ്ട് ചെങ്ങന്നൂർ, കോന്നി, വട്ടിയൂർക്കാവ്, പാല എന്നൊന്നും കേട്ടുകാണില്ല. പിണറായി മുഖ്യമന്ത്രിയായ ശേഷമാണ് 4ഇടത്തും ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 3 UDF സിറ്റിംഗ് സീറ്റുകളായിരുന്നു പിടിച്ചെടുത്തത്. അതുമാത്രമല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് നടന്ന ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും ജയിച്ചു. പിടിച്ചെടുത്ത സീറ്റുകൾ ഉൾപ്പെടെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണം കൂട്ടി തുടർഭരണം ഉറപ്പാക്കുകയും ചെയ്തു. ഇതുപോലും മനസ്സിലാക്കാത്ത ഒരു വിദ്വാനെയാണ് പട്ടക്കാർക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് കുടിയിരുത്തുന്നതെന്ന് ഓർക്കുമ്പോൾ യഥാർത്ഥ കോൺഗ്രസുകാർ സങ്കടം സഹിക്കാനാകാതെ കുരിശു വരയ്ക്കുകയാണ്.